അജിത് കുമാറിനെ എക്സൈസ് കമ്മീഷണറായി നിയമിച്ചു. മനോജ് അബ്രഹാമിനെ വിജിലൻസ് ഡയറക്ടറായി നിയമിച്ചിട്ടുണ്ട്. നിലവിൽ വിജിലൻസ് ഡയറക്ടറായ യോഗേഷ് ഗുപ്ത ഫയർഫോഴ്സ് മേധാവിയായിരിക്കും. അങ്ങനെ ഒരു മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ഒപ്പം മഹിപാൽ യാദവിനെ ക്രൈംബ്രാഞ്ച് എഡിജിപിയായി നിയമിച്ചിട്ടുണ്ട്. സെയ്ഫ് സെയ്ൻ ലാബ്ദീൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സെയ്ഫ്, വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. പോലീസിന്റെ തലപ്പത്ത് സംസ്ഥാന പോലീസ് മേധാവി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട തസ്തികകളിൽ പ്രധാനപ്പെട്ട മാറ്റം സംസ്ഥാന സർക്കാർ വരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഉത്തരവിലൂടെ കാണാൻ കഴിയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിയമനം ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്ന MR അജിത് കുമാറിനെ നേരത്തെ അവിടെ നിന്ന് മാറ്റി അദ്ദേഹത്തെ ആംഡ് ഫോഴ്സുമായി ബന്ധപ്പെട്ട നിയമനം നൽകിയിരുന്നു. അതിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് എക്സൈസ് കമ്മീഷണറായിട്ട് അദ്ദേഹത്തെ നിയമിച്ചു എന്നുള്ളതാണ് ഈ നിയമനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ കുറച്ചുകൂടി ഇപ്പോൾ അദ്ദേഹം വഹിച്ചുകൊണ്ടിരുന്ന പദവിയേക്കാൾ കുറച്ചുകൂടി വലിയ പദവിയായി നമുക്കതിനെ കാണാൻ കഴിയുകയും ചെയ്യും. അഡീഷണൽ ഡയറക്ടർ ഓഫ് പോലീസ് ആംഡ് പോലീസ് ബറ്റാലിയൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഉണ്ടായിരുന്നത്. അതിൽ നിന്നും മറ്റൊരു പ്രധാനപ്പെട്ട പദവിയിലേക്കാണ്, എക്സൈസ് കമ്മീഷണർ എന്ന പ്രധാനപ്പെട്ട പദവിയിലേക്കാണ് MR അജിത് കുമാർ എത്തിച്ചേരുന്നത്. അതിനൊപ്പം തന്നെ യോഗേഷ് ഗുപ്ത, അദ്ദേഹം DGP ആണ്. DGP പദവി റാങ്കുള്ള ആളാണ്. അദ്ദേഹം വിജിലൻസിന്റെ ഡയറക്ടർ ആയിരുന്നു. അദ്ദേഹത്തെ ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ DGP-ആയി നിയമിച്ചിരിക്കുകയാണ്. അതായത് ഫയർഫോഴ്സ് മേധാവിയായി അദ്ദേഹത്തെ നിയമിച്ചിരിക്കുന്നു. മനോജ് അബ്രഹാമിന് DGP പദവി കൊടുത്തപ്പോൾ അദ്ദേഹത്തെ ഫയർഫോഴ്സ് മേധാവിയായി നിയമിച്ച് ഏതാണ്ട് 2 ആഴ്ച കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹത്തിന് ആ സ്ഥാനത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്തേക്ക് മനോജ് അബ്രഹാമിനെ കൊണ്ടുവരുന്നു. സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പാണ് വിജിലൻസ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ അഗ്നിശമന സേനയേക്കാൾ കുറച്ചുകൂടി പ്രധാനപ്പെട്ട വകുപ്പ് മനോജ് അബ്രഹാം കൈകാര്യം ചെയ്യട്ടെ എന്ന മുഖ്യമന്ത്രിയുടെ താല്പര്യത്തിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തെ വിജിലൻസ് ഡയറക്ടർ പദവിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നീടുള്ളത് ബൽറാം കുമാർ ഉപാധ്യായാണ്. അദ്ദേഹത്തെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺ ആൻഡ് കറപ്ഷൻ ആയിരുന്നു, ജയിൽ മേധാവി ആയിരുന്നു. അദ്ദേഹത്തെ അദ്ദേഹത്തിന് പോലീസ് അക്കാദമിയുടെ ചുമതലയാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. മഹിപാൽ യാദവ്, അദ്ദേഹം നിലവിൽ എക്സൈസിന്റെ കമ്മീഷണറാണ്. അദ്ദേഹത്തെ ക്രൈംബ്രാഞ്ച് ADGP ആയിട്ടാണ് പുതുതായിട്ട് നിയമനം നൽകിയിരിക്കുന്നത്. അങ്ങനെ പോലീസിന്റെ തലപ്പത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളിലാണ് ഇപ്പോൾ ഒരു അഴിച്ചുപണി വരുത്തിയിരിക്കുന്നത്. ഇനിയും ഒരു അഴിച്ചുപണി വരാനിരിക്കുന്നു. കാരണം ജൂൺ മാസം 30-ാം തീയതിയോടുകൂടി സംസ്ഥാന പോലീസ് മേധാവിയായ ഷേഖ് ദർവേസ് സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. പുതിയ മേധാവിയെ കണ്ടെത്തേണ്ടതുണ്ട്. 3 പേരുടെ പട്ടിക കേന്ദ്ര സർക്കാരിന് കൈമാറും. ആ പട്ടികയിൽ നിന്ന് ഒരാളെ വേണം സംസ്ഥാന സർക്കാരിന് നിയോഗിക്കാൻ. എന്തായാലും ഒരു 2 മാസ കാലത്തേക്കുള്ള ഒരു അഴിച്ചുപണി, അതും പ്രധാനപ്പെട്ട പദവികളിലെ പ്രധാനപ്പെട്ട മാറ്റമായി തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സൈഫി സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനപ്പെട്ട പദവികളിൽ തന്നെയാണ് മാറ്റം വന്നിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനം ഈ അജിത് കുമാറിന്റെ എക്സൈസ് കമ്മീഷണറായുള്ള ആ ഒരു മാറ്റം തന്നെയല്ലേ? അതെ, അജിത് കുമാറിന്റെ മാറ്റമാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അജിത് കുമാറിന്റെ അതുപോലെ തന്നെ മനോജ് അബ്രഹാമിന്റെ മാറ്റങ്ങൾ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. രാഷ്ട്രീയമായ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്ന മാറ്റം അത് MR അജിത് കുമാറിന്റെ മാറ്റം തന്നെയാണ്. 2 RSSന്റെ നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ പേരിലാണ് അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റിക്കൊണ്ടുള്ള തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്തത്. അതിനുശേഷം ആംഡ് പോലീസ് ബറ്റാലിയന്റെ ചുമതല നൽകുന്നു. അതൊരു അപ്രധാനപ്പെട്ട ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ച്, പോലീസിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട വകുപ്പാണെങ്കിലും ജനങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അപ്രധാന വകുപ്പായിരുന്നു. ആ വകുപ്പിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് എക്സൈസ് കമ്മീഷണറുടെ ചുമതല നൽകുമ്പോൾ ജനങ്ങളുമായി ഈ സമീപകാലത്ത് ജനങ്ങളുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വകുപ്പാണ് എക്സൈസ് വകുപ്പ് എന്ന് പറയുന്നത്. കാരണം ലഹരിയുമായി ബന്ധപ്പെട്ട അതിന് പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള വലിയ നീക്കങ്ങൾ നടക്കുന്നു. അതിന് നേതൃത്വം നൽകേണ്ടയാൾ എക്സൈസ് കമ്മീഷണറാണ് എന്നിരിക്കെ അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട, ഇപ്പോൾ കിട്ടാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് അമൃത നമുക്ക് കാണാൻ കഴിയുന്നത്. യോഗേഷ് ഗുപ്ത, അദ്ദേഹം വിജിലൻസ് ഡയറക്ടറായി പ്രവർത്തിച്ചു വരികയായിരുന്നു. അദ്ദേഹത്തെ ഫയർഫോഴ്സ് മേധാവിയായിട്ടാണ് ഇപ്പോൾ പുതുതായി നിയമനം നൽകിയിരിക്കുന്നത്. മനോജ് അബ്രഹാം, അദ്ദേഹം ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്ന സമയത്ത് ആണ് അദ്ദേഹത്തിന് DGP റാങ്കിലേക്ക് അദ്ദേഹം ഉയർത്തപ്പെട്ടത്. അദ്ദേഹം DGP റാങ്കിലേക്ക് ഉയർത്തപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന്റെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ഒരു നിയമനം നൽകാൻ വേണ്ടിയാണ് ഫയർഫോഴ്സ് മേധാവിയായി അദ്ദേഹത്തെ 2 ആഴ്ച മുമ്പ് നിയമിച്ചത്. പക്ഷേ ഫയർഫോഴ്സ് മേധാവിയായിട്ടല്ല അദ്ദേഹം ഇരിക്കേണ്ടതെന്ന് മുഖ്യമന്ത്രി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് വളരെ പ്രധാനപ്പെട്ട, കേരളത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പിന്റെ തലവനായിട്ട് വിജിലൻസിന്റെ തലപ്പത്തേക്ക് മനോജ് അബ്രഹാം വീണ്ടും വരുന്നത്. അദ്ദേഹം നേരത്തെ വിജിലൻസിന്റെ തലപ്പത്തുണ്ടായിരുന്നു. പക്ഷേ DGP റാങ്ക് കിട്ടിയ ശേഷം അദ്ദേഹം വീണ്ടും അവിടത്തേക്ക് എത്തിച്ചേരുകയാണ് എന്നുള്ളതാണ് ഇത് നിയമനം കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നത്.